ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലോട്ട് പോകാം. ഇന്ന് കാർത്തിക ദിവസമാണ്. അപ്പോൾ വൈകുന്നേരം ഇവിടെ പുഴുക്ക് പുഴുങ്ങുന്നത് പതിവുണ്ട്. അതിനുവേണ്ടി മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, ചീനി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകണം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ചീനിയും ചേമ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് വേവിക്കാനായിട്ട് വെച്ച്. പിന്നെ കാച്ചിലും മധുരക്കിഴങ്ങും കൂടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒന്ന് ആവിയേറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് വേവുമ്പോഴത്തേക്കും ബാക്കി ജോലികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം. നമ്മുടെ കിഴങ്ങെല്ലാം വെന്ത് റെഡിയായി ഇരിപ്പുണ്ടേ. ഇനി സമയം ഒരു 6 മണിയൊക്കെ ആവാൻ പോകുന്നു. ഇനി വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കാർത്തിക ദീപം കത്തിക്കാനുള്ള ചിരാതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണയും തിരിയും എല്ലാം ഇട്ട് അത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ എളുപ്പമാണല്ലോ. കുറച്ച് ചിരാതെ ഇരിപ്പുള്ളായിരുന്നു, കുറച്ചൊക്കെ അങ്ങ് പൊട്ടിപ്പോയത്. അപ്പോൾ ഉള്ളതിനകത്ത് എണ്ണയും തിരിയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കായൽവാരം ആയതുകൊണ്ട് കാറ്റ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കത്തിക്കുന്നതനുസരിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അണഞ്ഞങ്ങ് പോകും. ഇനി ഒരു ദൂഷനിലയിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പുഴുക്കും കരിക്ക്, പഴം ഇതെല്ലാം കൂടെ നിവേദ്യമായിട്ട് വിളക്കിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ചെറിയ 5 ഇല കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. ഓരോ കഷ്ണങ്ങളായിട്ട് ഓരോ ഇലയിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ 4 സൈഡിലും മധ്യഭാഗത്തും വെക്കാൻ വേണ്ടിയാണ്. വിളക്കൊക്കെ കത്തിച്ച് അവിടുന്ന് തന്നെ ഒരു തിരിയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി നമ്മൾ ഒരു കമ്പിൽ ചൂട്ടൊക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കത്തിച്ച് നമ്മുടെ വീടിൻ്റെ 4 മൂലയ്ക്കും മധ്യഭാഗത്തും കുത്തിവെക്കണം. അപ്പോൾ ഓരോ സൈഡിൽ കുത്തിവെച്ചിട്ട് ഇലയിൽ ഒരു പഴവും കൂടെ കൊണ്ടുവന്ന് അവിടെ വെച്ച് എന്നിട്ടാണ് പിന്നെ നമ്മൾ ചിരാതെല്ലാം കത്തിച്ച് തുടങ്ങിയത്. വിളക്ക് പടിയിലും എല്ലായിടവും കത്തിച്ച് വെച്ച്. ഈ പ്രാവശ്യം എന്തായാലും കാറ്റ് കുറവായിരുന്നേ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാർത്തികയ്ക്ക് വിളക്കങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നേ. അന്ന് അതുകൊണ്ട് പുറത്തൊന്നും കത്തിക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം എന്തായാലും മഴയും ഇല്ല, കാറ്റും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വിളക്ക് കുറേ നേരം കത്തി തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ ഇതുപോലൊക്കെയാണോ ചെയ്യാറുണ്ടേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. നമ്മുടെ നാട്ടിലെ കാർത്തിക ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.